2 വർഷം മുമ്പ് അഡ്ലേഡിൽ ഇംഗ്ലണ്ടിനോടേറ്റ 10 വിക്കറ്റിന്റെ തോൽവിയുടെ കണക്ക് പലിശയടക്കം വീട്ടി ഇന്ത്യ T20 ലോകകപ്പിന്റെ ഫൈനലിൽ കടന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ സെമിയിൽ ജോസ് ബട്ട്ലർ, അലക്സ് ഹെയിൽസ് കൂട്ടുകെട്ടിന് മുന്നേ തല താഴ്ത്തി മടങ്ങേണ്ടി വന്ന ഇന്ത്യൻ സംഘം ഇത്തവണത്തെ സെമിയിൽ ഇംഗ്ലണ്ടിനെ 68 റൺസിന് തകർത്താണ് ഫൈനൽ പ്രവേശനം ഗംഭീരമാക്കിയത്. ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ദക്ഷിണാഫ്രിക്കയാണ്. 11 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ അവസാനമായ ഒരു ICC ടൂർണമെന്റ് ജയിച്ചത്. മറുവശത്ത് ആദ്യമായ ഒരു ലോകകപ്പ് ഫൈനലിൽ എത്തിയതിന്റെ മധുരം കപ്പടിച്ചിരട്ടിയാക്കാനാണ് ദക്ഷിണാഫ്രിക്കയുടെ വരവ്. ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെ ശനിയാഴ്ച രാത്രി ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിൽ നടക്കുന്ന മത്സരത്തിൽ ഇരു ടീമുകളും രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങുന്നത്. വർഷങ്ങളായ ഒരു ലോകകപ്പ് കാത്തിരിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ കിരീടം കൊണ്ട് സന്തോഷിപ്പിക്കാനുള്ള അവസരമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെ ബാറ്റിംഗ്, ബൗളിംഗ്, ഫീൽഡിംഗ് തുടങ്ങിയ സർവ്വ മേഖലകളിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയായിരുന്നു ഇന്ത്യയുടെ സെമി പ്രവേശം. ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ സൂര്യകുമാർ യാദവിന്റെയും മികവിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസാണ് അടിച്ചുകൂട്ടിയത്. മറുപടി ബാറ്റിംഗിൽ 16.4 ഓവർ 103 റൺസ് എടുക്കാനേ ഇംഗ്ലണ്ടിന് സാധിച്ചുള്ളൂ. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ കുൽദീപ് യാദവും അക്ഷർ പട്ടേലുമാണ് ഇംഗ്ലണ്ടിന്റെ പേരുകെട്ട ബാറ്റിംഗ് നിരയെ ചുരുട്ടിക്കെട്ടിയത്. ബുംറ 2 വിക്കറ്റ് എടുത്തു. ഇംഗ്ലണ്ടിനായി ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ 15 പന്തിൽ നിന്ന് 4 ബൗണ്ടറി അടക്കം 23 റൺസ് എടുത്ത് മികച്ച തുടക്കമാണ് നൽകിയത്. എന്നാൽ 4ാം ഓവറിൽ അക്ഷർ പട്ടേലിനെ കൊണ്ടുവന്ന രോഹിത് ശർമ്മയുടെ നീക്കം ഫലപ്രദമായി. അക്ഷറിന്റെ ആദ്യ പന്തിൽ തന്നെ ബട്ട്ലർ പുറത്ത്. പിന്നീട് വിക്കറ്റുകളുടെ ഘോഷയാത്രയായിരുന്നു. ഫിൽസാൾ, ജോണി ബെയർസ്റ്റോ, മോയിൻ അലി, സാം കറൻ എന്നിവർ സ്കോർ ബോർഡിൽ 50 തികയും മുമ്പ് ഡ്രസ്സിംഗ് റൂമിൽ തിരിച്ചെത്തി. പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ഹാരി ബ്രൂക്കിനെ പുറത്താക്കിയ കുൽദീപ് ഇംഗ്ലണ്ടിന്റെ അവസാന പ്രതീക്ഷയും അവസാനിപ്പിച്ചു. 19 പന്തിൽ 25 റൺസ് എടുത്ത ബ്രൂക്കാണ് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. ലിയാൻ ലിവിങ്സ്റ്റന്റെ റൺ ഔട്ടിൽ കുൽദീപ് പങ്കാളിയായി. വാലറ്റത്ത് ജോഫ്ര ആർച്ചർ 21 റൺസ് എടുത്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും വിജയം ഏറെ അകലെയായിരുന്നു. മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും മികച്ച ഇന്നിംഗ്സുകളാണ് ഇന്ത്യയെ തുണച്ചത്. മഴയും പിച്ചിലെ ഈർപ്പവുമെല്ലാം ഇന്ത്യയുടെ ബാറ്റിംഗ് ബുദ്ധിമുട്ടിലാക്കി. 3ാം ഓവറിൽ തന്നെ ഓപ്പണർ വിരാട് കോഹ്ലിയെ റീസ് ടോപ്ലി ബൗളൌട്ടാക്കി. പിന്നാലെ ഋഷഭ് പന്തിനെ സാം കറനും പുറത്താക്കിയതോടെ ഇന്ത്യ 5.2 ഓവറിൽ 2-ന് 40 റൺസ് എന്ന നിലയിലായിരുന്നു. മഴയ്ക്ക് ശേഷം പിച്ചിലെ വേഗക്കുറവ് മുതലെടുക്കാൻ സ്പിന്നർമാരെ ഉപയോഗിച്ച ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറുടെ തന്ത്രവും ഫലം കണ്ടു. എന്നാൽ ഈ തന്ത്രത്തെ ഫലപ്രദമായി പ്രതിരോധിച്ച് ഇന്ത്യ കരകയറ്റിയ രോഹിത് സൂര്യകുമാർ കൂട്ടുകെട്ട് ഇന്ത്യൻ ഇന്നിംഗ്സിൽ നിർണായകമായി. 36 പന്തുകൾ നേരിട്ട സൂര്യകുമാർ 2 സിക്സും 4 ഫോറും അടക്കം 47 റൺസ് എടുത്ത് പുറത്തായി. ഇരുവരും ചേർന്ന് 3ാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്ത് 73 റൺസ് കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടെല്ല്. 14ാം ഓവറിൽ രോഹിത്തിന് പിന്നാലെ 16ാം ഓവർ സൂര്യയും മടങ്ങിയത് ഇന്ത്യക്ക് ആഘാതമായെങ്കിലും പിന്നാലെ എത്തിയ ഹർദിക് പാണ്ഡ്യ തകർത്തടിച്ചതോടെ ഇന്ത്യൻ സ്കോർ ബോർഡ് വീണ്ടും ചലിച്ചു തുടങ്ങി. 13 പന്തിൽ നിന്ന് 23 റൺസാണ് പാണ്ഡ്യ അടിച്ചുകൂട്ടിയത്. ഹർദിക് പുറത്തായ ശേഷം എത്തിയ ശിവൻ ദുബെ വീണ്ടും പരാജയമായി. ഗോൾഡൻ ഡക്കായാണ് താരം മടങ്ങിയത്. അവസാന ഓവറുകളിൽ റൺസ് ഉയർത്തിയ രവീന്ദ്ര ജഡേജ 9 പന്തിൽ 17 റൺസുമായി പുറത്താകാതെ നിന്നു. അക്ഷർ പട്ടേൽ 10 റൺസ് എടുത്തു. ഇംഗ്ലണ്ടിനായി ക്രിസ് ജോർദൻ 3 വിക്കറ്റുകൾ വീഴ്ത്തി.